നമുക്കിന്നൊരു പുതിയ സ്റ്റെപ്പ് പഠിക്കാം. റെഡിയാണല്ലോ? ഓക്കെ, പഠിച്ച സ്റ്റെപ്പ് ചവിട്ടിക്കോളൂ. റെഡി? 1 2 3 4 1 2 3 4. വീണ്ടും 1 2 3 4 1 2 3 4. ഒന്നും കൂടെ ചെയ്യാം. 1 2 3 4 1 2 3 4. അപ്പം നമ്മൾ 1 ഏത് കാല് ചവിട്ടി? വലത് കാല് ചവിട്ടി അല്ലേ? ഒന്നുകൂടി ചവിട്ടിക്കോളൂ. വലത് കാല് കുറച്ചങ്ങോട്ട് നീങ്ങി എന്നിട്ട് ചവിട്ടുക. 1 2 3 4 1 2 3 4. 1 2 3 4 1 2 3 4. നന്നായിട്ട് മനസ്സിലായി. നമുക്കിനി കൈ പിടിക്കാം. 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. നന്നായിട്ട് താഴ്ന്ന് ചെയ്യണം. നന്നായിട്ട് താഴ്ന്ന് ചെയ്യൂ. പ്രാവശ്യം ചെയ്യൂ. കൈ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഒരു സ്റ്റെപ്പ് പഠിച്ചു, ചെയ്തോളൂ. 1 2 1 2 1 2 1 2. ഒന്നും കൂടെ 1. നന്നായിട്ട് താഴണം. 2 1 2 1 2 1 2. ഒന്നും കൂടെ നന്നായിട്ട് താഴണം കേട്ടോ. 1 ഒക്കെ 1 നന്നായിട്ട് താഴട്ടെ. 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. നന്നായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലല്ലോ. നമുക്കിതിൻ്റെ കൈ പിടിക്കാം. സ്റ്റെപ്പിൻ്റെ പാട്ട് പഠിച്ച് ചെയ്യാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച സ്റ്റെപ്സ് പഠിച്ചിരുന്നല്ലോ അല്ലേ? അതിൻ്റെ പാട്ട് പാടി നമുക്ക് ചെയ്യാം. റെഡിയാണല്ലോ? ശരി, ചെയ്തോളൂ. മന്ദിര എങ്ങോട്ട് കറങ്ങി തിരിച്ചല്ലേ ചെയ്തത്? ശ്രദ്ധിച്ച് ചെയ്യണം. ഒന്നുകൂടെ. റെഡി? മന്ദിര വന്നു മന്ദിര വന്നു മന്ദിര വിദു മഹിതമാൻ വന്നു മന്ദിര വിദു അന്നേരം മനസ്സിലായി. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ശരി, നമുക്ക് ചെയ്യാം. മാമത ജന്മവും സഫലമാ ഇന്നു മാമക ജന്മവും സഫലമാ ഇന്നു. മനസ്സിലായോ? നന്നായിട്ട് സംശയമില്ലല്ലോ അല്ലേ? ശരി, പഠിച്ചില്ലേ? ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ 1 2 3 4 1 2 1 പഠിച്ചു.
അപ്പം കൈ എടുക്കേണ്ടത് നിങ്ങൾ കൈ ശ്രദ്ധിക്കണം. ഇതാ മാമക ആ കൈ താളം അടിക്കുന്നത് നമ്മൾ കൈ കൊട്ടുമ്പോൾ ഇവിടെ കൊട്ടണം, ചെരിച്ചൊന്നും കൊട്ടരുത്. മാമക ജന്മവും സഫലമായി ഇന്നും, മാമക ജന്മവും സഫലമായി ഇന്നും. നന്നായിട്ട് താഴ്ന്ന് സുന്ദരി മഞ്ചമേ തിങ്കലിരുന്നു, സുന്ദരി മഞ്ചമേ തിങ്കലിരുന്നു, സുന്ദരി മഞ്ചമേ തിങ്കലിരുന്നു, സുന്ദരി മഞ്ചമേ തിങ്കലിരുന്നു. നന്നായിട്ട് മനസ്സിലാവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? ശരി. സുന്ദരി മഞ്ചമേ തിങ്കലിരുന്നു, സുന്ദരി മഞ്ചമേ തിങ്കലിരുന്നു, സുന്ദരി മഞ്ചമേ തിങ്കലിരുന്നു, സുന്ദരി മഞ്ചമേ തിങ്കലിരുന്നു. നന്നായിട്ട് മനസ്സിലാവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? മാമക ജന്മവും സഫലമായി ഇന്നോ, സുന്ദരി മഞ്ചമേ തിങ്കലിരുന്നു, സുന്ദരി മഞ്ചമേ തിങ്കലിരുന്നു, സുന്ദരി മഞ്ചമേ തിങ്കലിരുന്നു, സുന്ദരി മഞ്ചമേ തിങ്കലിരുന്നു. നന്നായിട്ട് മനസ്സിലാവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? ശരി. ശ്രീ ജന മൗലി മണി ഹരിനാശി ജന മൗലി മണി. ഏകദേശം ഒന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒരുവിധമൊക്കെ മനസ്സിലായില്ലേ? ഒരുവിധം മനസ്സിലായി? നന്നായിട്ട് മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? നന്നായിട്ട് മനസ്സിലായി. ആ, അപ്പം നമ്മുടെ കൈകൊട്ടിക്കളി പദമാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്കിത് ഈ പദം ഇതോട് തീരുകയാണ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി, നന്ദി.